പാലക്കാട് കരിമ്പയിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിനികളുടെ ഇടയിലേക്ക് ലോറി പാഞ്ഞു കയറി 4 വിദ്യാർത്ഥിനികൾക്ക് ദാരുണാന്ത്യം. ഒരു കുട്ടി ഓടി രക്ഷപ്പെട്ടു. തൃശൂർ ജില്ല മയക്കുമരുന്നിന്റെ ഹബ്ബാകുന്നു. 5 ദിവസത്തിനിടെ ജില്ലയിൽ പിടികൂടിയത് 125 കിലോയിലധികം കഞ്ചാവ്. റഷ്യയിൽ കുടുങ്ങിയ കുട്ടനല്ലൂർ സ്വദേശികളായ ബിനിലും ജെയിനും യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയതായി വീട്ടുകാർക്ക് സന്ദേശം ലഭിച്ചു. ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ലെന്ന് ഓഡിയോ സന്ദേശം. മോചനത്തിനായി ഇടപെട്ട് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ. ഏങ്ങണ്ടിയൂരിലെ ദളിത് യുവാവ് വിനായകന്റെ ആത്മഹത്യ. ആരോപണ വിധേയരായ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തണമെന്ന് കോടതി. ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിനെതിരെ വിനായകന്റെ കുടുംബം നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ആദ്യ 2 ഘട്ട കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച കുറുക്കഞ്ചേരി കുറുപ്പം റോഡിന്റെ ഒരു ഭാഗം താൽക്കാലികമായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. നിർമ്മാണത്തിൽ അപാകതയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ശക്തമായ വേലിയേറ്റത്തിൽ കരയിലേക്ക് വെള്ളം അടിച്ചു കയറി. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൌണ്ട് ഉൾപ്പെടെ മുങ്ങി. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയുടെ ഡി ഗുഗേഷിന്. ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിംഗ്ലറിനെയാണ് ഗുഗേഷ് പരാജയപ്പെടുത്തിയത്. ചെസ് ലോക കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ്. നമസ്കാരം. വാർത്തകൾ വിശദമായി. പാലക്കാട് കരിമ്പയിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിനികളുടെ ഇടയിലേക്ക് ലോറി പാഞ്ഞുകയറി 4 വിദ്യാർത്ഥിനികൾക്ക് ദാരുണാന്ത്യം. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ മിത, റിത, ആയിഷ, ഇർഫാന, തസ്നി എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലാണ് അപകടം നടന്നത്. പാലക്കാട് നിന്ന് മണ്ണാർക്കാട്ടേക്ക് സിമന്റുമായി പോവുകയായിരുന്നു ലോറി. അമിത വേഗതയിൽ വന്ന ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി കുട്ടികളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽപ്പെട്ടത്. 6 വിദ്യാർത്ഥിനികളാണ് ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നത്. ലോറി മറിയുന്നത് കണ്ട് ഒരു വിദ്യാർത്ഥിനി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിയെങ്കിലും ലോറിക്കടിയിൽപ്പെട്ട 3 കുട്ടികൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സംഭവത്തെ തുടർന്ന് രോഷാകുലരായ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. അപകടത്തിന് കാരണം റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണെന്നും മേഖലയിൽ അപകടങ്ങൾ പതിവാണെന്നും നാട്ടുകാർ പറഞ്ഞു. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ വിദ്യാഭ്യാസ മന്ത്രി പാലക്കാട് കളക്ടറോട് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ മുഖ്യമന്ത്രി അനുശോചിച്ചു. തൃശൂർ ജില്ല മയക്കുമരുന്നിന്റെ ഹബ്ബാകുന്നു. 5 ദിവസത്തിനിടെ ജില്ലയിൽ പിടികൂടിയത് 125 കിലോയിലധികം കഞ്ചാവ്. ഡിസംബർ 11 കൊടകരയിൽ പിടികൂടിയത് 22.5 കിലോ കഞ്ചാവ്. 10 വടക്കാഞ്ചേരിയിൽ ട്രെയിനിൽ നിന്ന് 5 കിലോ. മണ്ണുത്തിയിൽ ഈ മാസം 9 13 കിലോ. 6-ാം തീയതി എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ നിന്ന് 80 കിലോ. 5-ാം തീയതി കേച്ചേരിയിൽ നിന്ന് 8 കിലോ. 5 ദിവസത്തിനിടെ പിടികൂടിയത് 125 കിലോയിലധികം കഞ്ചാവ്. പിടികൂടാനാകാതെ ഇതിലേറെ കഞ്ചാവ് ജില്ലയിൽ എത്തിയിട്ടുണ്ടാകാമെന്നാണ് അനുമാനം. ഈ മാസം 4 മണ്ണുത്തിയിൽ 2600 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടിയിരുന്നു. MDMA, LSD സ്റ്റാമ്പ് തുടങ്ങിയ രാസലഹരി വസ്തുക്കൾ ജില്ലയിൽ വ്യാപകമായി പിടികൂടുന്നുമുണ്ട്. മാസത്തിൽ 2 തവണയെങ്കിലും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് പിടികൂടാറുണ്ട്. കൊറിയറായി കഞ്ചാവ് കടത്തുന്ന സംഭവങ്ങളും ആവർത്തിക്കുകയാണ്. മയക്കുമരുന്ന് കടത്തിന്റെ ഹബ്ബായി തൃശൂർ മാറുകയാണ്. ലഹരി ഉപയോഗം കൂടുതലായും വിദ്യാർത്ഥികൾക്കിടയിലാണ് എന്ന വസ്തുത ഞെട്ടിക്കുന്നതാണ്. കോളേജുകളും വിദ്യാലയങ്ങളും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവർ നിരവധിയാണ് പിടിയിലായിട്ടുള്ളത്. ധാരാളം പെൺകുട്ടികളും ലഹരി വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നവരിലുണ്ടെന്ന് ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. TCV തൃശൂർ. റഷ്യയിൽ കുടുങ്ങിയ കുട്ടനല്ലൂർ സ്വദേശി ബിനിലും ജെയിനും യുദ്ധമുഖത്തേക്ക്. ഇനി തിരിച്ചുവരവുണ്ടാകില്ലെന്ന് യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വീട്ടുകാർക്ക് ഓഡിയോ സന്ദേശം ലഭിച്ചു. 8 പേരാണ് തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നതെന്നും അതിൽ 4 പേരെ കഴിഞ്ഞ ദിവസം യുദ്ധസ്ഥലത്തേക്ക് അയച്ചതായും സന്ദേശത്തിൽ പറയുന്നു. ഇവർ ഉൾപ്പെട്ട 4 പേർക്ക് തോക്കുകളും ബുള്ളറ്റുകളും ഗ്രനേഡും കൊടുത്ത് ഇറങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറങ്ങുന്നതിന് മുമ്പ് ബന്ധുക്കളോട് സംസാരിക്കാനായി ഇന്റർനെറ്റ് സംവിധാനം നൽകിയിട്ടുണ്ട്. അതിനാലാണ് വിവരം അറിയിക്കാനാകുന്നതെന്നും ഇതുവരെ അങ്ങോട്ട് പോയവരാരും തിരിച്ചു വന്നിട്ടില്ലെന്നും ഇവർ പറയുന്നു. എല്ലാവർക്കും അറിയാണ് അങ്ങനത്തെ സെറ്റപ്പായി. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാർ മൊത്തം തീർന്നിട്ടാണ് നമ്മളതിനിപ്പോ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോണത്. അതല്ലെങ്കിൽ പുതിയ ബറ്റാലിയനായിട്ട് വന്നിട്ട് അങ്ങോട്ട് കയറുക ചെയ്യുക. അപ്പൊ അവിടെ ആൾക്കാരില്ല. പുതിയ ബറ്റാലിയൻ വരാനുള്ള ടൈം പിടിക്കും. അത് കാരണം കൊണ്ടാണ് നമ്മളിപ്പോ പിന്നുന്ന ആൾക്കാരെ ഫ്രണ്ടിലേക്ക് കയറുന്നത് അവരുടെ അടുത്തേക്ക്. അപ്പൊ 95% അയാള് പറഞ്ഞത് തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ല. അയാളെ ഞങ്ങളുടെ അടുത്ത് അയാളും കരഞ്ഞിട്ട് തന്നെ പറയണത്, നിങ്ങൾ വരരുതെന്ന ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ എല്ലാവരും കമ്പനി ആയ കാരണം പറയുന്നതാണ്, വരരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.
എന്ത് ചെയ്യാനാ, നമ്മള് പോയേ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ പുള്ളി പറയണത്. ഇന്നിപ്പോ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല. തിരിച്ച് നാട്ടിലെത്താനായുള്ള അനുമതി പത്രങ്ങൾ ലഭിക്കുമെന്ന് കരുതുന്നില്ലെന്നും യുവാക്കൾ പറയുന്നത് ഓഡിയോ സന്ദേശത്തിലുണ്ട്. 4 മാസം കൊണ്ട് റെഡിയാവാത്ത പേപ്പറാണ് ഇതിപ്പോ 2 ദിവസം കൊണ്ട് റെഡിയാവുന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നത്. എനിക്കറിയില്ല എന്താവും. കുഴികുത്തലൊക്കെ നിർത്തിയിട്ട് മറ്റേ ഷവലും സാധനങ്ങളൊക്കെ കയറ്റി വെച്ചു, അതായത് കമാൻഡറുടെ അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്കുള്ള മറ്റേ ബുള്ളറ്റും ഗ്രനേഡും സാധനങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അതൊക്കെ കിട്ടി. ഇപ്പൊ ആകെ 8 പേരെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിലെ 4 പേര് ഇന്ന് രാവിലെ പോയി. അടുത്ത 4 പേരിൽ ഞങ്ങൾ 2 പേരും ഉണ്ട്. പിന്നെ 2 പേര് വേറെ ആൾക്കാരും ഉണ്ട്. അവരുടെ ഒപ്പം അന്ന് പോണെന്ന് പറഞ്ഞതാ, 2 ദിവസം മുമ്പ് പോണെന്ന് പറഞ്ഞതായിരുന്നു. അവിടെ അമ്മാതിരി പൊട്ടലും വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് കയറാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പൊട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് 4 പേര് പോയി. അടുത്തത് ഞങ്ങള് 4 പേര്. എപ്പോഴാണ് ഓർഡർ ഇങ്ങോട്ട് വരുന്നത്, അതും കാത്ത് നിൽക്കുകയാണ്. അറിയില്ല ചേട്ടാ എന്താവൂന്ന്, എനിക്കൊരു പിടുത്തവും കിട്ടണില്ല. തെക്കുംകര പഞ്ചായത്ത് കുത്തുപാറ സ്വദേശി തെക്കേമുറിയിൽ ജെയിൻ കുര്യൻ, സഹോദരി ഭർത്താവ് കുട്ടനല്ലൂർ തോളത്ത് വീട്ടിൽ ബിനിൽ ബാബു എന്നിവരാണ് നിർബന്ധിത പട്ടാള ജോലി ചെയ്യേണ്ട അവസ്ഥയിലകപ്പെട്ടത്. വിഷയത്തിൽ ഇവരുടെ ജീവൻ രക്ഷിക്കാനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. TCV വടക്കാഞ്ചേരി. തൃശൂർ സ്വദേശികൾ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട സംഭവത്തിൽ മോചനത്തിനായി ഇടപെട്ട് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. മാധ്യമ വാർത്തകളെ തുടർന്നാണ് കാത്തോലിക്ക ബാവയുടെ ഇടപെടൽ. ബിനിലിന്റെയും ജെയിന്റെയും വിഷയം റഷ്യൻ അംബാസിഡറിനെ നേരിട്ട് ബോധിപ്പിക്കുമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ അറിയിച്ചു. ഇരുവരുടെയും കുടുംബാംഗങ്ങളുമായി കാത്തോലിക്ക ബാവ സംസാരിച്ചു. റഷ്യൻ സർക്കാരിന്റെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി സ്വീകരിക്കുന്ന ചടങ്ങിൽ സഭാധ്യക്ഷൻ റഷ്യൻ അംബാസിഡറെ കാണും. ഏങ്ങണ്ടിയൂരിലെ ദളിത് യുവാവ് വിനായകന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയരായ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ കോടതി ഉത്തരവിട്ടു. ആരോപണ വിധേയരായ പോലീസുകാരെ ഒഴിവാക്കിയ ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിനെതിരെ കുടുംബവും ദളിത് സമുദായ മുന്നണിയും നൽകിയ ഹർജിയിലാണ് തൃശൂർ SC/ST കോടതിയുടെ നിർണായക ഉത്തരവ്. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പോലീസുകാരായ സാജൻ, ശ്രീജിത്ത് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നില്ല. ഇതിനെതിരെ വിനായകന്റെ പിതാവ് കൃഷ്ണനും ദളിത് സമുദായ മുന്നണിയും കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. 2017 ജൂലൈ 17-നാണ് സുഹൃത്തുക്കളും ഒന്നിച്ച് വഴിയരികിൽ നിന്നിരുന്ന വിനായകനെ പാവറട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മാല മോഷ്ടിച്ചെന്നാരോപിച്ച് മർദ്ദിക്കുകയും ചെയ്തിരുന്നു. മർദ്ദനവും അപമാനവും സഹിക്കാൻ വയ്യാതെ വിനായകൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കൂർക്കഞ്ചേരി കുറുപ്പം റോഡിന്റെ ആദ്യ 2 ഘട്ട കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച കൂർക്കഞ്ചേരി മുതൽ മെട്രോ ആശുപത്രി വരെയുള്ള ഒരു ഭാഗം താൽക്കാലികമായി തുറന്നുകൊടുത്തു. കൂർക്കഞ്ചേരി സെന്ററിൽ നടന്ന ചടങ്ങിൽ മേയർ MK വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, സാറാമ റോബ്സൺ, കരോളിൻ പെരിഞ്ചേരി, കൌൺസിലർമാരായ ജയപ്രകാശ് ബോത്തിങ്കൽ, വിനേഷ് തയ്യൽ തുടങ്ങിയവർ പങ്കെടുത്തു. 10 കോടി രൂപ വകയിരുത്തി 4 ഘട്ടങ്ങളിലായി കോൺക്രീറ്റിംഗ് നടത്തുന്ന റോഡിന്റെ ആദ്യ 2 ഘട്ട നിർമ്മാണമാണ് 5 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചത്. അടുത്ത 2 ഘട്ട നിർമ്മാണങ്ങളും മാർച്ചിൽ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കും. കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച ഭാഗം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുന്ന ചടങ്ങിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും ആരോപിച്ചായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ മുദ്രാവാക്യ വിളികളോടെ കൂർക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. അശാസ്ത്രീയമായാണ് റോഡ് കോൺക്രീറ്റിംഗ് ചെയ്തിരിക്കുന്നതെന്നും കൊക്കാല റോഡ് പൊളിച്ചിട്ടിട്ട് ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും കൌൺസിലർ ജയപ്രകാശ് പോത്തിങ്കിലും വിനേഷ് തയ്യലും ആരോപിച്ചു. മെട്രോപൊളിറ്റൻ വരെ അശാസ്ത്രീയമായ റോഡ് പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതുവരെ ഇതിന്റെ യഥാർത്ഥ രീതിയിലുള്ള DPR അല്ല ഇവിടെ തയ്യാറാക്കിയത്, എസ്റ്റിമേറ്റ് അല്ല തയ്യാറാക്കിയത്. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ ഇന്ന് ചെയ്തത്. ഒരു തട്ടിക്കൂട്ട് പണിയായിട്ടാണ് ഇന്ന് തുറന്നു കൊടുത്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 10 കോടി എസ്റ്റിമേറ്റാണ് എടുത്തിട്ടുള്ളത്. 2.5 കോടിയുടെ 4 ഭാഗം. ഈ 2.5 കോടിയുടെ 4 ഭാഗം എന്ന് പറയുമ്പോൾ ഇതിന് ഇവിടുന്ന് പെർമിഷൻ കിട്ടും. 10 കോടിയാണെങ്കിൽ ടൗൺ കമ്മിറ്റിയുടെ പെർമിഷൻ വേണം. അപ്പോൾ അതൊന്നും എടുക്കാതെ ഒരു അശാസ്ത്രീയമായിട്ട് ചാല് പോലും വരാതെയുള്ള ഈ തുറന്നു കൊടുക്കലിന്റെ നാടകം മാത്രമാണ് പ്രതിഷേധമായിട്ട് കോൺഗ്രസ് അവിടെ. അതേസമയം കോൺഗ്രസിന്റെ അഴിമതി ആരോപണം വിഷയദാരിദ്ര്യമാണെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. അഴിമതിയുണ്ടെങ്കിൽ അന്വേഷിക്കാൻ സംവിധാനങ്ങളുണ്ടെന്നും
താൻ അഴിമതിക്കെതിരെയാണെന്നും മേയർ പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി 10 കോടി രൂപ മുടക്കി കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ആദ്യത്തെ റോഡ് ഇത് തന്നെയാണ്. ഇതൊരു മാതൃകയാണ്. ഇത് കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നൊരു പ്രധാനപ്പെട്ട റോഡാണ് തൃശ്ശൂർക്ക്. ഇതിനെ വളരെ ഭംഗിയായി തന്നെ ഇതിനെ നിലനിർത്തും. എല്ലാ കാര്യത്തിലും പൂർത്തീകരണമുണ്ടായാലും മറുവശത്ത് പ്രതിപക്ഷത്തിന് എന്തെങ്കിലും പറയാനുണ്ടാവണ്ടേ, അപ്പോൾ അവരത് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഞങ്ങൾക്ക് ഒരു ഉത്തേജനമാണ്. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും. ഇന്നലെയാണ് 45 ദിവസം കഴിഞ്ഞു. ഇന്ന് നമ്മളത് തുറന്നു കൊടുക്കുമെന്ന് നമ്മൾ ഏറ്റെടുത്തത്. സംസ്ഥാന പാതയിൽ നടക്കുന്നത് പോലെയല്ല, കോർപ്പറേഷൻ സ്വന്തമായി 10 കോടി രൂപ മുടക്കി നടക്കുന്ന വലിയ ഒരു ബൃഹത് പദ്ധതിയാണ് ഈ കോൺക്രീറ്റ് റോഡ്. ഇനിയെങ്കിലും ഈ റോഡിന് ശാപമോഷണം ഉണ്ടാകണം. ഒപ്പം തന്നെ പരിസരത്തുള്ള നമുക്കറിയാം ഇതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഉടൻ തന്നെ ഫില്ല് ചെയ്യുകയും കോൺക്രീറ്റ് ചെയ്യുകയും അതിൽ തൊട്ടടുത്ത് നിൽക്കുന്ന കാനയുടെ പണി അടിയന്തരമായി നമ്മൾ പൂർത്തീകരിക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. കോൺക്രീറ്റ് പൂർത്തിയായ ഭാഗത്തെ വശങ്ങൾ ഉടൻ ഫില്ല് ചെയ്യുമെന്നും കാനപണി അടിയന്തരമായി പൂർത്തിയാക്കുമെന്നും മേയർ പറഞ്ഞു. സംസ്ഥാന പാതകളിൽ നടക്കുന്ന പണികളല്ലാതെ കേരളത്തിൽ 10 കോടി രൂപ ചെലവഴിച്ച ഒരു കോർപ്പറേഷൻ നടത്തുന്ന ബൃഹത് പദ്ധതിയാണിത്. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ റോഡാണിതെന്നും മേയർ അഭിപ്രായപ്പെട്ടു. വഴി അടഞ്ഞുകിടക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിൽ മേയർ കച്ചവടക്കാരും നാട്ടുകാരുമായി സംസാരിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് താൽക്കാലികമായി റോഡ് തുറന്നുകൊടുത്തതെന്നും ചിലർക്ക് റോഡ് തുറന്നു കൊടുക്കരുതെന്ന നിലപാടാണ് ഉള്ളതെന്നും അവരാണ് അനാവശ്യമായി പ്രതിഷേധിക്കുന്നതെന്നും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി പറഞ്ഞു. 2 മാസക്കാലമായി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം മേയർ വ്യാപാരികളുമായും കച്ചവടക്കാർ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് വഴി ബ്ലോക്കായി കിടക്കുന്നതിൽ വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഒരു താൽക്കാലിക സംവിധാനത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഭാഗം തുറന്നു കൊടുക്കുക എന്നുള്ളത് മനുഷ്യത്വപരമായ ഒരു ഭാഗമാണ്. അത് ചെയ്യരുത് എന്ന് പറയണത് എന്തിനാ? അതിൻ്റെ അകത്ത് ബ്ലോക്കായി കിടക്കുക എന്ന് മറ്റേ പൂരാണ് പറഞ്ഞത്. കുറുക്കഞ്ചേരി പൂരത്തിൻ്റെ അകത്ത് കുഴപ്പമുണ്ടാക്കാൻ, വർഗീയമായ കലാപുണ്ടാക്കാൻ ആവശ്യമായ ഒരു സാധനത്തെ ഷേപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കിയത്. ബഹുമാനപ്പെട്ട മേയർ അത് ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നാട്ടുകാർ സംതൃപ്തരാണ്. TC വിനോസ്, തൃശൂർ. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ശക്തമായ വേലിയേറ്റം. ശക്തമായ തിരയിൽ കടൽവെള്ളം കരയിലേക്ക് അടിച്ചുകയറി. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ മുങ്ങി. കരയിൽ കയറ്റിവച്ചിരുന്ന മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കടൽ തീരത്തെ താൽക്കാലിക കടകളെല്ലാം വെള്ളത്തിൽ മുങ്ങിയതിനെ തുടർന്ന് സമീപത്തെ കടക്കാർ വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ടു. ബ്ലാങ്ങാട് ബീച്ചിൽ ഇടയ്ക്കിടെ ഈ പ്രതിഭാസം ഉണ്ടാകുന്നത് മൂലം ബീച്ചിലെ കച്ചവടക്കാർ ആശങ്കയിലാണ്. അതേസമയം സംസ്ഥാനത്ത് വ്യാഴാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയുടെ ഡി ഗുഗേഷിന്. ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിംഗ്ലറിനെയാണ് ഗുഗേഷ് പരാജയപ്പെടുത്തിയത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ഇന്ത്യക്കാരനാണ് ഗുഗേഷ്. ചെസ് ലോക കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം തുടങ്ങി. അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്ന ആവശ്യവുമായി അതിജീവിത. ഇത് സംബന്ധിച്ച് വിചാരണ കോടതിയിൽ ഹർജി നൽകി. കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ പൊതുസമൂഹം അറിയട്ടെയെന്നും തന്റെ സ്വകാര്യത പ്രശ്നമാക്കുന്നില്ലെന്നുമാണ് നടിയുടെ നിലപാട്. സുപ്രീം കോടതി മാർഗനിർദ്ദേശപ്രകാരം അടച്ചിട്ട കോടതിയിലാണ് ഇതുവരെ വിചാരണ നടന്നിരുന്നത്. തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നതാണ് തുറന്ന കോടതിയിൽ വിചാരണ വേണമെന്ന നിലപാടിലേക്ക് നടിയെ എത്തിച്ചതെന്നാണ് സൂചന. ഹർജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടായ സംഘടനാ ദൃശ്യങ്ങൾ പകർത്തിയെന്നാരോപിച്ച് പ്രവാസി യുവാവിന് ക്രൂരമർദ്ദനം. ദേശമംഗലം സ്വദേശി ജാഫറിനെയാണ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. ഗുരുതര പരിക്കേറ്റ ജാഫറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജാഫറിനെ രക്ഷിക്കാൻ ശ്രമിച്ച കുടുംബ സുഹൃത്തായ ഷക്കീറിനും മർദ്ദനമേറ്റു. കേരളോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിനിടെ ബുധനാഴ്ച വൈകിട്ടാണ് ടീമുകൾ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായത്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ തലയ്ക്കും ദേഹമാസകലം പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ജാഫർ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. എന്നാൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയോടെ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ യുവാവിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി. ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ ഒഴിവാക്കിയതിന് പുറമെ തന്ത്രി മറ്റൊരു വലിയ ആചാരലംഘനം നടത്തിയതായി ഗുരുവായൂർ ക്ഷേത്ര രക്ഷാസമിതി ആരോപിച്ചു. പുലവാലായ്മയുള്ള തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അന്നദാന മണ്ഡപത്തിൽ വിളക്ക് കത്തിച്ചതാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അന്നദാനത്തിന് മുമ്പ് ഭഗവാന് ഇലവെച്ച് ഭക്ഷണം വിളമ്പിയ ശേഷം ഭഗവാന്റെ ചിത്രത്തിനു മുന്നിലാണ് വിളക്ക് കത്തിച്ചത്. ഹൈന്ദവ വിശ്വാസപ്രകാരം പുലവാലായ്മയുള്ളയാൾ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ പാടില്ല. ആചാരവിരുദ്ധമായ കാര്യങ്ങളിൽ ചോദ്യം ചെയ്യേണ്ട
വ്യക്തിയാണ് ആചാര ലംഘനം നടത്തിയത്. ബന്ധു വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ ഭാര്യ പാർവതി അന്തർജനം മരിച്ചതിനെ തുടർന്നാണ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് പുലയായത്. തന്ത്രി ദീപം കൊളുത്തിയ കൊടിവിളക്ക് പിന്നീട് ചെയർമാനും മറ്റു അംഗങ്ങൾക്കും കൈമാറി. പുലയുള്ള വ്യക്തി സ്പർശിച്ചവർ പിന്നീട് ക്ഷേത്രത്തിൽ പ്രവേശിച്ചതും അശുദ്ധിയാണ്. തുടർന്നുള്ള എല്ലാ ചടങ്ങുകളും അശുദ്ധിയായി കണക്കാക്കും. ഇതിന് പരിഹാരമായി പഞ്ചപുണ്യാഹം ചെയ്ത് എല്ലാ പൂജകളും ആവർത്തിക്കണം. ഇതിനുള്ള ചെലവുകൾ ഉത്തരവാദിയായ തന്ത്രി വഹിക്കണം. തന്ത്രിക്ക് കൂട്ടുനിന്ന ദേവസ്വം ഭരണസമിതിയും അഡ്മിനിസ്ട്രേറ്ററും പ്രായശ്ചിത്തം ചെയ്യണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്ര രക്ഷാസമിതി സെക്രട്ടറി എം വിജേഷ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകി. അഗ്നിഹോത്രികൾക്ക് ദ്വാദശി പണം സമർപ്പിച്ച് ഭക്തർ ഗുരുവായൂർ ഏകാദശി വ്രത പൂർത്തീകരണം നടത്തി. ക്ഷേത്രം കൂത്തമ്പലത്തിൽ പുലർച്ചെ സമർപ്പണം ആരംഭിച്ചു. ശുഗപുരം, പെരുവനം, ഇരിങ്ങാലക്കുട ഗ്രാമങ്ങളിലെ അഗ്നിഹോത്രികൾ ദക്ഷിണ സ്വീകരിക്കാൻ ഉപവിഷ്ടരായി. 14,61,572 രൂപയാണ് ദ്വാദശി പണമായി ലഭിച്ചത്. ഇത് 4 ഭാഗിച്ച് 3 ഭാഗം അഗ്നിഹോത്രി ഗ്രാമങ്ങൾക്കും ഒരു വിഹിതം ദേവസ്വത്തിനും നൽകി. 3,65,393 രൂപയാണ് ദേവസ്വത്തിന് ലഭിച്ചത്. അഗ്നിഹോത്രികൾക്ക് ലഭിച്ച പണം യാഗാഗ്നി സംരക്ഷിക്കുന്നതിനും വേദപഠനത്തിനുമായി ഉപയോഗിക്കും. ദ്വാദശി പണ സമർപ്പണ ചടങ്ങ് രാവിലെ ക്ഷേത്രനട അടയ്ക്കുന്നതുവരെ നീണ്ടു. തുടർന്ന് ഏകാദശി വ്രതമെടുത്ത ഭക്തർക്കായി ദ്വാദശി ഊട്ടും നൽകി. ക്ഷേത്രനട അടച്ചതിനു ശേഷം തന്ത്രിമാരുടെയും മൂതിക്കന്മാരുടെയും കാർമ്മികത്വത്തിൽ മണിക്കിണറും ശ്രീലകവും കീഴ്ശാന്തിക്കാർ രുദ്രതീർത്ഥക്കുളവും പുണ്യാഹം നടത്തി. തുടർന്ന് ക്ഷേത്രത്തിൽ പൂജാ ചടങ്ങുകൾ നടന്നു. വെള്ളിയാഴ്ച നടക്കുന്ന ത്രയോദശി ഊട്ടോടെ ഏകാദശി ചടങ്ങുകൾ സമാപിക്കും. സംസ്ഥാനത്ത് വ്യാപകമായി വ്യാജസ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ പിടിയിൽ. വലപ്പാട് കോതകുളം സ്വദേശി പൊന്തേല വളപ്പിൽ ഫൈരജാനെയാണ് കയ്പമംഗലം പോലീസ് മലമ്പുഴയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ചന്ദ്രാപിന്നിയിലെ സ്വകാര്യ ഫിനാൻസ് കമ്പനിയിൽ 1,98,000 രൂപയ്ക്ക് വ്യാജസ്വർണം പണയം വെച്ച കേസിലാണ് അറസ്റ്റ്. വിവിധ ജില്ലകളിലായി 12ഓളം വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചതും വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് മറിച്ചുവിറ്റതുമായ നിരവധി കേസുകൾ പ്രതിക്കെതിരെയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കയ്പമംഗലം SHO M ഷാജഹാൻ, SI KS സൂരജ്, ASI PK നിഷി, ഗ്രേഡ് സീനിയർ CPOമാരായ TS സുനിൽകുമാർ, അൻവറുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കടവല്ലൂർ ആൽത്തറ പാടശേഖരത്തിൽ വിളഞ്ഞു നിൽക്കുന്ന നെൽച്ചെടികൾ കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു. 40 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ വൻ കൃഷിനാശം. കൊയ്ത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉണ്ടായ പന്നികളുടെ ആക്രമണം കർഷകർക്ക് വൻ നഷ്ടമാണ് വരുത്തിവെച്ചത്. പഞ്ചായത്തിൽ കാട്ടുപന്നികളുടെ ഭീഷണി നാൾക്കുനാൾ കൂടി വരികയാണെന്ന് കർഷകർ പറയുന്നു. ആൽത്തറ, തിപ്പിലിശ്ശേരി, ഒറ്റപ്പിലാവ് എന്നീ മേഖലകളിലാണ് കാട്ടുപന്നി ശല്യം രൂക്ഷമായിരിക്കുന്നത്. നെല്ലിന്റെ വിളവെടുപ്പിനു ശേഷം പാടശേഖരങ്ങളിൽ നടത്തിയിരുന്ന പച്ചക്കറി കൃഷി ഇതുമൂലം കർഷകർ ഉപേക്ഷിച്ചു. പന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള പദ്ധതിയുടെ ചർച്ചകൾ പഞ്ചായത്ത് നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. ഇതേ ആവശ്യത്തിന് 2 മാസം മുൻപ് വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നിരുന്നു. ലൈസൻസുള്ള ഷൂട്ടർമാരെ ലഭിക്കാത്തതാണ് പദ്ധതി വൈകുന്നതിന് കാരണമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. കൊയ്ത്തു നടത്താറായ പാടശേഖരങ്ങളിൽ പന്നികൾ കൂടുതൽ നാശം വരുത്തുന്നതിന് മുൻപ് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. TCV കുന്നംകുളം. പുത്തൂർ മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടാന ഇറങ്ങിയത്. മരച്ചില്ലകൾ ഒടിയുന്ന ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് കാട്ടാനയെ കണ്ടത്. നാട്ടുകാർ പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തി. പ്രദേശത്ത് ആനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. വാഴ, തെങ്ങ്, കവുങ്ങ്, ജാതി, റബ്ബർ എന്നിവയാണ് കാട്ടാനകൾ നശിപ്പിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസമായി ചീരക്കുണ്ടിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. യുവാക്കളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും പേരിൽ ബാങ്ക് അക്കൌണ്ടുകൾ തുടങ്ങി അനധികൃതമായി ലക്ഷങ്ങളുടെ പണമിടപാട് നടത്തിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. കയ്പമംഗലം കാക്കാത്തിരത്തി സ്വദേശി ആനക്കോട്ട് വീട്ടിൽ താജുദ്ദീൻ, കയ്പമംഗലം സ്വദേശി കാക്കശ്ശേരി റമീസ്, ചളിങ്ങാട് ചമ്മിണിയിൽ വീട്ടിൽ അബ്ദുൾ മാലിക് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ട്രേഡിംഗിനായും ഇൻകം ടാക്സിൽ പെടാതിരിക്കാനുമാണെന്ന് പറഞ്ഞ് അവരുടെ പേരിൽ ബാങ്ക് അക്കൌണ്ടുകൾ തുടങ്ങി ലക്ഷക്കണക്കിന് രൂപയുടെ പണമിടപാടുകളാണ് പ്രതികൾ നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഇത്തരത്തിൽ ശേഖരിക്കുന്ന അക്കൌണ്ടുകളിലേക്ക് വരുന്ന പണം യുവാക്കളെ കൊണ്ട് തന്നെ ചെക്ക് വഴി പിൻവലിപ്പിച്ച് നിസ്സാര കമ്മീഷൻ നൽകി കൈക്കലാക്കുകയാണ് ഇവരുടെ രീതിയെന്നും പോലീസ് പറഞ്ഞു. കയ്പമംഗലം SHO M ഷാജഹാൻ, SI KS സൂരജ്, GSI PV ഹരിഹരൻ, ഗ്രേഡ് സീനിയർ CPO മുഹമ്മദ് റാഫി, CPO മുഹമ്മദ് ഫറൂഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്.
സമൂഹത്തിന്റെ കരുതൽ അർഹിക്കുന്നവർക്കായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രദർശന വിപണന മേളയ്ക്ക് കളക്ട്രേറ്റ് അങ്കണത്തിൽ തുടക്കമായി. സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ശിങ്കാരി മേളത്തിന്റെയും പുലിക്കൊട്ടിന്റെയും അകമ്പടിയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പ്രദർശന മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സബ് കളക്ടർ അഖിൽ വി മേനോൻ, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺ പോൾ അന്തിക്കാട്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലിൽ തുടങ്ങിയവർ സന്നിഹിതരായി. ഭിന്നശേഷിക്കാരായ കുട്ടികൾ, ബഡ്സ് സ്കൂളിലെയും സ്പെഷ്യൽ സ്കൂളുകളിലെയും കുട്ടികൾ, വൃദ്ധസദനത്തിലെ അന്തേവാസികൾ തുടങ്ങിയവർ ഉണ്ടാക്കിയ കരകൌശല വസ്തുക്കൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, പാനീയങ്ങൾ, ക്രിസ്മസ് ഗിഫ്റ്റുകൾ തുടങ്ങിയവയാണ് മേളയിലുള്ളത്. നറുക്കെടുപ്പുകളും വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുള്ള പ്രദർശനം വെള്ളിയാഴ്ച സമാപിക്കും. സർക്കാർ ഓഫീസുകളിലെ ഓൺലൈൻ ഫയൽ നീക്കത്തിനുള്ള സോഫ്റ്റ്വെയറായ ഇ ഓഫീസ് അപ്ഡേഷന്റെ ഭാഗമായി 3 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നു. വെള്ളിയാഴ്ച രാത്രി 10 മുതൽ തിങ്കളാഴ്ച രാത്രി 10 വരെയാണ് ഇ ഓഫീസ് നിശ്ചലമാവുക. NICയുടെ നിർദ്ദേശപ്രകാരമാണ് പരിഷ്കരണ നടപടികൾ. ഈ സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിലടക്കം ഫയൽ നീക്കത്തിന് അടിയന്തര ക്രമീകരണങ്ങൾ IT വകുപ്പ് നിർദ്ദേശിച്ചു. ഈ ഓഫീസിലെ ഡ്രാഫ്റ്റ് ഫയലുകളെല്ലാം 13 വൈകിട്ട് 3 മുമ്പ് അപ്രൂവ് ചെയ്യണം. ഈ സമയത്തിന് ശേഷം പുതിയ ഫയലുകൾ ഈ ഓഫീസിൽ ഡ്രാഫ്റ്റ് ചെയ്യരുത്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ സർക്കാർ ഉത്തരവുകൾ ഹാർഡ് കോപ്പിയായി നൽകാം. അതത് വകുപ്പുകൾ ഔദ്യോഗികമായി അപേക്ഷിച്ചാൽ IT വകുപ്പിൽ നിന്ന് ജിയോ നമ്പർ ലഭിക്കും. ഈ ഓഫീസ് പ്രവർത്തന സജ്ജമാക്കുന്ന ഘട്ടത്തിൽ ഈ നമ്പറുകൾ ഈ ഓഫീസ് ഡേറ്റാബേസിൽ ചേർക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. ജീവിത സന്ദർഭങ്ങളുടെ നേർക്കാഴ്ചകളുമായി തൃശൂരിൽ ആരംഭിച്ച ആവിഷ്കാർ ഫോട്ടോഗ്രാഫി പ്രദർശനം ശ്രദ്ധേയമാകുന്നു. പ്രകൃതിയും മനുഷ്യനും ഇടകലർന്ന ജീവിത നേർസാക്ഷ്യങ്ങളാണ് പ്രദർശനത്തിലെ ഓരോ ചിത്രങ്ങളും. എല്ലാം പച്ചയായ ജീവിതങ്ങളും ജീവിത സന്ദർഭങ്ങളും. വ്യത്യസ്തരായ ഫോട്ടോഗ്രാഫർമാരുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത എഡിറ്റ് ചെയ്യാത്ത യഥാർത്ഥ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ഓരോ ചിത്രങ്ങളുടെയും മികവ് ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ്. ഫൈൻ ആർട്ട് ഫോട്ടോഗ്രാഫി ഗണത്തിൽപ്പെടുന്നവയാണ് ഇതിലെ എല്ലാ ചിത്രങ്ങളും. വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മയായ ആവിഷ്കാറാണ് ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂട്ടായ്മയിലെ രാജൻ കുറ്റൂർ, രാജേഷ് നാട്ടിക, മുഹമ്മദ് സഫി, അരവിന്ദൻ മണലി, പ്രദീപ് കുന്നമ്പത്ത് എന്നീ 5 പേരുടെ ഏറ്റവും പുതിയ 5 വീതം ഫോട്ടോകൾ ഉൾപ്പെടുത്തി 25 ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഒരുക്കിയിരിക്കുന്നത്. കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന 16ാമത് ചിത്ര പ്രദർശനമാണിത്. ലളിതകലാ അക്കാദമി തൃശൂർ ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ച ഫോട്ടോ പ്രദർശനം ചലച്ചിത്ര നിരൂപകനും എഴുത്തുകാരനുമായ പ്രൊഫസർ ഐ ഷൺമുഖദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രദർശനം ഈ മാസം 18-ന് സമാപിക്കും. DCV തൃശൂർ. QR സ്കാനിങ്ങിലൂടെ പേയ്മെന്റ് നടത്തുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി റിസർവ് ബാങ്ക്. QR കോഡ് വഴി തട്ടിപ്പ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. പേയ്മെന്റ് നടത്തുമ്പോൾ സ്ക്രീനിലെ പേര് ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. തട്ടിപ്പിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് റിസർവ് ബാങ്ക് പ്രമുഖ മാധ്യമങ്ങൾ വഴി പരസ്യം ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ഇടപാടുകളിൽ തട്ടിപ്പ് സംഘങ്ങൾ QR കോഡ് അയച്ചു കൊടുക്കുക പതിവുണ്ട്. ഇത് സ്കാൻ ചെയ്താൽ അക്കൗണ്ടിലെ പണം തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകും. പണം സ്വീകരിക്കാൻ മാത്രം QR കോഡ് സ്കാൻ ചെയ്താൽ മതിയെന്നും പണം അയക്കാൻ സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും റിസർവ് ബാങ്ക് പറയുന്നു. വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തിയ സ്ത്രീകളുടെ 16 പവനോളം മാല മോഷ്ടിച്ച കേസിൽ 4 സ്ത്രീകളെ പോലീസ് പിടികൂടി. ചെന്നൈ സ്വദേശികളായ സെൽവി, അമ്മു, തമിഴ്നാട് സ്വദേശികളായ മധുരൈ സ്വദേശി പാർവതി, സരസ്വതി എന്നിവരെയാണ് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഓണത്തിന് ചൂണ്ടൽ സ്വദേശിനിയുടെ 8 പവന്റെ മാലയും പൂങ്കുന്ന സ്വദേശിയുടെ 8 പവന്റെ മാലയും മോഷ്ടിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 4 പേരെയും മാസങ്ങൾക്ക് ശേഷം പോലീസ് പിടികൂടിയത്. ചാലക്കുടിയിൽ യുവതി വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് മരിച്ച നവജാത ശിശുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. മേലൂർ പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിലായിരുന്നു സംസ്കാരം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ഒഡീഷ സ്വദേശികളായ ഗുല്ലി ശാന്തി ദമ്പതികളുടെ ആൺകുഞ്ഞാണ് മരിച്ചത്. മേലൂർ ശാന്തിപുരത്ത് വാടക വീട്ടിൽ ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് ബാത്റൂമിൽ വെച്ചായിരുന്നു പ്രസവം. പിന്നീട് യുവതി കത്രിക ഉപയോഗിച്ച് കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി മുറിച്ചു. ഇതേ തുടർന്നുള്ള രക്തസ്രാവമാണ് ദുരന്തത്തിൽ കലാശിച്ചത്. അതേസമയം യുവതി 6 മാസം മാത്രം ഗർഭിണിയായിരുന്നുവെന്നാണ് മേലൂർ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള വിവരം. എന്നാൽ യുവതി തെറ്റായ കണക്ക് നൽകിയെന്നാണ് വിവരം.
കൊരട്ടി പോലീസും ചാലക്കുടി തഹസിൽദാറും സംഭവത്തിൽ റിപ്പോർട്ട് ശേഖരിച്ചു. കുന്നംകുളം കടവല്ലൂരിൽ സ്വകാര്യ ബസ്സിന് പുറകിൽ ബുള്ളറ്റിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ബുള്ളറ്റ് യാത്രികനായ പെരുമ്പിലാവ് സ്വദേശി കഴുങ്ങിൽ അബ്ദുൽ നാസറിനാണ് പരിക്കേറ്റത്. കടവല്ലൂർ അമ്പലം സ്റ്റോപ്പിലാണ് അപകടമുണ്ടായത്. കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് യാത്രക്കാരെ ഇറക്കാൻ സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ ചങ്ങരംകുളം ഭാഗത്തുനിന്ന് വന്നിരുന്ന ബുള്ളറ്റ് ബസ്സിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ അബ്ദുൽ നാസറിനെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. മണ്ണുത്തി സെന്ററിൽ നടന്ന പ്രകടനത്തിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് CA ബാബു, സെക്രട്ടറി ഷിഹാബ്, ട്രഷറർ PG മുരളി തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷനിലേക്ക് ചൂട്ട് കത്തിച്ച് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് K. സുമേഷ് അധ്യക്ഷനായി. കോൺഗ്രസ് അയ്യന്തോൾ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെലിൻ ജോൺ, യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഡെൽജിൻ ഷാജു എന്നിവർ പങ്കെടുത്തു. ഇനി വാണിജ്യം. വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി ഇലാറ ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ ഷോറൂം കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ മലായ ഗോൾഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ഇലാറ ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ ഷോറൂമിന്റെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. ചലച്ചിത്ര താരം സുനിൽ സുഗത, അവതാരിക ലക്ഷ്മി നക്ഷത്ര എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. കുട്ടികളുടെ ഫ്ലോറിന്റെ ഉദ്ഘാടനം HMT അലിയാറും ക്യൂൻ കോട്ടൺ ബസാർ MD PI മജീദും ചേർന്ന് നിർവഹിച്ചു. കല്യാൺ ജ്വല്ലേഴ്സ് ജനറൽ മാനേജർ ഷൈജു മുഖ്യാതിഥിയായിരുന്നു. ഇലാറ ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ മാനേജിംഗ് ഡയറക്ടർ ഉനൈസ് ബഷീർ, കുടുംബാംഗങ്ങളായ PA മജീദ്, അഷ്റഫ് കോട്ടുമൂല, ബഷീർ കോട്ടുമൂല, മുഹമ്മദ് അലി ശകുന്തള, മൂസക്കുട്ടി, ഹോണസ്റ്റ് ഇവന്റ്സ് MD ആരിഫ് ബഷീർ, മാനേജർ നൌഷാദ്, മറ്റു കുടുംബാംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 2 നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച അതിവിശാലമായ ഷോറൂമിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കുമായുള്ള ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും അതിവിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി പ്രത്യേക ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7012954234. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7285 രൂപ, പവന് 58,280 രൂപ. വെള്ളി ഗ്രാമിന് 101 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3218 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് കരിമ്പയിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിനികളുടെ ഇടയിലേക്ക് ലോറി പാഞ്ഞു കയറി 4 വിദ്യാർത്ഥിനികൾക്ക് ദാരുണാന്ത്യം. ഒരു കുട്ടി ഓടി രക്ഷപ്പെട്ടു. തൃശൂർ ജില്ല മയക്കുമരുന്നിന്റെ ഹബ്ബാകുന്നു. 5 ദിവസത്തിനിടെ ജില്ലയിൽ പിടികൂടിയത് 125 കിലോയിലധികം കഞ്ചാവ്. റഷ്യയിൽ കുടുങ്ങിയ കുട്ടനല്ലൂർ സ്വദേശികളായ ബിനിലും ജെയിനും യുദ്ധമുഖത്തേക്കിറങ്ങിയതായി വീട്ടുകാർക്ക് സന്ദേശം ലഭിച്ചു. ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ലെന്ന് ഓഡിയോ സന്ദേശം. മോചനത്തിനായി ഇടപെട്ട് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ. എങ്ങണ്ടിയൂരിലെ ദളിത് യുവാവ് വിനായകന്റെ ആത്മഹത്യ. ആരോപണ വിധേയരായ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്ന് കോടതി. ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിനെതിരെ വിനായകന്റെ കുടുംബം നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ആദ്യ 2 ഘട്ട കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച കൂർക്കഞ്ചേരി കുറുപ്പം റോഡിന്റെ ഒരു ഭാഗം താൽക്കാലികമായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. നിർമ്മാണത്തിൽ അപാകതയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു.
ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ശക്തമായ വേലിയേറ്റത്തിൽ കരയിലേക്ക് വെള്ളം അടിച്ചു കയറി. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ മുങ്ങി. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയുടെ ഡി ഗുകേഷിന്. ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിംഗ്ലിറിനെയാണ് ഗുകേഷ് പരാജയപ്പെടുത്തിയത്. ചെസ് ലോക കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുകേഷ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.